നമസ്കാരം. വിശ്വാസത്തിന്റെ ശുദ്ധിയും ആചാരങ്ങളുടെ മഹത്വവും കാത്തു സൂക്ഷിക്കേണ്ട ശബരിമല ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്നിലൂടെയാണ് കടന്നു പോകുന്നത്. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ കണ്ണുനീരിനും വിശ്വാസത്തിനും മേൽ സ്വർണ്ണക്കടത്തിന്റെ അഴിമതിക്കറ പറ്റിയെന്ന സത്യം കേരള സമൂഹത്തെ നടുക്കിയിരിക്കുന്നു. ദേവസ്വം സംവിധാനങ്ങളുടെയും ഭരണകൂടത്തിന്റെ സംരക്ഷണയുടെയും മറയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ള വെറും സാമ്പത്തിക കുറ്റകൃത്യമല്ല, അത് വിശ്വാസത്തോടുള്ള തുറന്ന യുദ്ധമാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലത്ത് ശബരിമലയെ ചുറ്റിപ്പറ്റി നടന്ന അഴിമതി ആരോപണങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി പുറത്തു വരുമ്പോൾ ഭരണകൂടത്തിന്റെ മൗനം തന്നെ ഏറ്റവും വലിയ കുറ്റസമ്മതമായി മാറും. അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ LDF-മായി ബന്ധമുള്ള ചിലർ ഈ കുംഭകോണത്തിൽ നേരിട്ടോ പരോക്ഷമായോ പങ്കാളികളാണെന്ന സംശയം ശക്തമാക്കും. വിശ്വാസ സംരക്ഷണം എന്ന വാക്ക് വെറും രാഷ്ട്രീയ നാടകമായി മാറിയിരിക്കുകയാണ്. ശബരിമല പോലൊരു പുണ്യസ്ഥലം പോലും അഴിമതിക്കാരുടെ കൈകളിൽ സുരക്ഷിതമല്ല എങ്കിൽ ഈ ഭരണകൂടത്തിന്റെ ധാർമ്മികാവകാശം എന്താണെന്ന ചോദ്യമാണ് കേരളം ഇന്ന് ഉച്ചത്തിൽ ചോദിക്കുന്നത്. ദൈവത്തിനെ ഉപാസിക്കുന്ന ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള പാലമായി പ്രവർത്തിക്കേണ്ട തന്ത്രി തന്നെ പ്രതിയാകുമ്പോൾ അന്താളിച്ചു നിൽക്കുകയാണ് വിശ്വാസി സമൂഹം. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നേരിട്ട് പങ്കെന്ന് SIT കണ്ടെത്തി കഴിഞ്ഞു. ദ്വാരപാലക പാളികളും കട്ടിലപ്പാളികളും കണ്ടെത്തിയതിൽ തനിക്ക് പങ്കുണ്ടെന്നും SIT കണ്ടെത്തി. 2 തവണ പാളികൾ കടത്തിയതിലും തന്ത്രിക്ക് പങ്കുണ്ടെന്നും തന്ത്രിക്ക് പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. തന്ത്രിക്ക് മറ്റ് പ്രതികളുമായി അടുത്ത ബന്ധമുണ്ടെന്നും SIT വ്യക്തമാക്കി. കൂടുതൽ തെളിവ് ശേഖരണം നടത്തുന്നതായും അറിയിച്ചു. ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയാണ് SIT ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണ്ണ മുതൽ നേരിട്ട് കൈകാര്യം ചെയ്ത ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയ എല്ലാ പ്രതികളുമായിട്ട് തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നും SIT കണ്ടെത്തി കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും SIT കോടതിയെ അറിയിച്ചു. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുമ്പോഴും കട്ടിളപ്പാളി കൊണ്ടുപോകുമ്പോഴും തന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്നും SIT കണ്ടെത്തി. സ്മാർട്ട് ക്രിയേഷൻസുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും കേരളത്തിന് പുറത്തും തന്ത്രിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും SIT കണ്ടെത്തിയ രേഖകളിൽ ഉൾപ്പെടുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചനയുടെ എല്ലാ ഘട്ടങ്ങളിലും തന്ത്രി ഉണ്ടായിരുന്നു എന്നും SIT പറഞ്ഞു. മുരാരി ബാബുവിന്റെ മൊഴിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR രേഖകളും തന്ത്രിക്കെതിരാണെന്നും SIT കോടതിയെ അറിയിച്ചു. ശ്രീറാംപുരം ക്ഷേത്രത്തിലെ തന്ത്രിയുടെ ഇടപാടുകളിലും ദുരൂഹതയെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇന്നലെ തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ അന്വേഷണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ നീക്കം. അതേസമയം ദ്വാരപാലക പാളികളിൽ നിന്ന് മാത്രം 1.5 കിലോയിലേറെ സ്വർണം നഷ്ടമായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. 1998-ൽ ഈ പാളികളിൽ പൊതിഞ്ഞത് 2 കിലോയോളം സ്വർണമാണ്. എന്നാൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ചത് 394.9 ഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് SIT കൊല്ലം ജില്ലാ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. ബാക്കി സ്വർണം കൊള്ളയടിച്ചെന്ന് SIT വ്യക്തമാക്കി. ദ്വാരപാലക പാളികളിലെ മാത്രം കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നത്. കട്ടിളപ്പാളിയിലെ സ്വർണം കൂടിയാകുമ്പോൾ നഷ്ടം കൂടുമെന്നാണ് SITയുടെ വിലയിരുത്തൽ. വേർതിരിച്ചെടുത്തത് 989 ഗ്രാം മാത്രമാണ് എന്നായിരുന്നു ആദ്യത്തെ കണക്ക്. എന്നാൽ 1/5 സ്വർണം മാത്രമേ നിലവിൽ ദ്വാരപാലക പാളികളിൽ ഉള്ളൂവെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. പവൻ കണക്കിൽ നോക്കിയാൽ 250 പവൻ സ്വർണത്തിൽ നിന്നും തിരികെ എത്തിയപ്പോൾ 50 പവൻ സ്വർണം മാത്രമാണ് ദ്വാരപാളികളിൽ ഉണ്ടായിരുന്നത്. ശബരിമലയിൽ നടന്നത് കൂട്ടക്കവർച്ചയെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതോടെ വ്യക്തമാക്കി. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചുവെന്നും കൂട്ടക്കവർച്ചയിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. SIT കണ്ടെത്തിയ രേഖകളിൽ നിന്ന് കൂട്ടക്കവർച്ച പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണെന്നും കോടതി പറഞ്ഞു. പത്മകുമാറിനെതിരെയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണമുണ്ട്. പത്മകുമാർ മുൻ MLA-യും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാണെന്ന് നിരീക്ഷിച്ച കോടതി സ്വാധീന ശക്തിയുള്ള ആളായ പത്മകുമാർ അന്വേഷണത്തെ സ്വാധീനിച്ചേക്കാം. KP ശങ്കർദാസിനെതിരെയും വീണ്ടും ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചു. ആദ്യഘട്ടത്തിൽ അന്വേഷണവുമായി സഹകരിച്ചയാളാണ് KP ശങ്കർദാസ്. പെട്ടെന്നാണ് KP ശങ്കർദാസിന്റെ ആരോഗ്യനില മോശമായത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൊണ്ട് മാത്രം അറസ്റ്റ് ഒഴിവാക്കാനാവില്ല. KP ശങ്കർദാസിന്റെ അറസ്റ്റ് മനഃപൂർവ്വം വൈകിയെന്നും KP ശങ്കർദാസിന്റെ മകൻ DIG ആണെന്നും ഹൈക്കോടതി പറഞ്ഞു. ഡിസംബർ 5 മുതൽ 19 വരെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്നും ഹൈക്കോടതി ആവർത്തിച്ചു. 3 പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച വിധിയിലാണ് കോടതി ഈ നിരീക്ഷണം ആവർത്തിച്ചത്.